ലഹരി കേസുകളിൽ എങ്ങനെ ഇടപെടണമെന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചും എക്സൈസിനെ സംബന്ധിച്ചും പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട്. അത്തരത്തിലൊരു വാർത്ത ഇന്ന് കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ആദ്യമായി ലഹരിമരുന്ന് കേസിൽ കരുതൽ തടങ്കൽ നിയമം പ്രയോഗിച്ച് വടകര റൂറൽ പോലീസ് രംഗത്തെത്തി. ചെക്യാട് സ്വദേശി ചേണിക്കണ്ടി നിംഷാദിനെയാണ് വളയം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആക്ട് പ്രകാരമാണ് പോലീസിന്റെ നടപടി. ഒന്നിലേറെ തവണ ലഹരി കേസിൽ പിടിയിലായ നംഷിദിനെ ചെന്നൈയിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ റീജിയണൽ ഓഫീസിൽ നിന്നുള്ള ഉത്തരവിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. വളയം, നാദാപുരം പോലീസ് സ്റ്റേഷനുകളിലായി പ്രതിക്കെതിരെ 4 MDMA കേസുകൾ നിലവിലുണ്ട്. 2022 ആദ്യ കേസിൽ പിടിയിലാവുന്നത്. 23-ലും 24-ലും നംഷീദ് വീണ്ടും അറസ്റ്റിലായിരുന്നു. ഈ വർഷവും MDMA കേസിൽ പിടിയിലായതോടെയാണ് പോലീസ് കർശന നടപടി സ്വീകരിച്ചത്. 1 വർഷത്തേക്കാണ് കരുതൽ തടങ്കൽ നിയമം നടപ്പിലാക്കിയത്. അറസ്റ്റിലായ പ്രതിയെ തിരുവനന്തപുരം പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. കഴിഞ്ഞ വർഷം ഏപ്രിൽ നംഷീദിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി നാട് കടത്തിയിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.